അൻസിബ എന്ന ഈ ഭരണക്കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തിരഞ്ഞെടുത്ത കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് നാണാവില്ലേ? അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ്. അപ്പൊ സാർ ഇത്തരക്കാരനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കഷ്ടം. ഇവനൊക്കെയാണ് അൻസിബയെ വിമർശിക്കുന്നത്. എടാ സാമദ്രോഹി, നിനക്ക് ചില്ലറ കടിയൊന്നല്ലടാ. നിയമം അനുവദിക്കാത്തതുകൊണ്ടും കോടതികൾ കയറിയിറങ്ങി മടുത്തതുകൊണ്ടും സമയവും പണവും മാനവും കോടതി വരാന്തകളിൽ കളയാനില്ലാത്തത് കൊണ്ടുമാണ് ഞാനിപ്പോൾ പല കഥകളുടെയും ഡോസേജ് കുറച്ചിരിക്കുന്നത്. എവിടെയെല്ലാം ഏതെല്ലാം ജില്ലയിലെ കോടതികളിൽ ഞാൻ കയറി ഇറങ്ങും, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്റെ കൈവശമുള്ള ആഡിയോ വീഡിയോകളും ഫോൺ സംഭാഷണങ്ങളും നമ്മുടെ ചാനലിലൂടെ പുറത്തുവിട്ടാൽ മീശ വച്ചവന്മാരും മീശയില്ലാത്ത പെണ്ണുങ്ങളുടെയും ഗുണവധികാരങ്ങളിലൂടെ എനിക്ക് ലക്ഷങ്ങൾ നേടാം യൂട്യൂബിൽ നിന്ന്. കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. വേശിയെ പോലും വേശിയെന്ന് വിളിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേറ്റാന്നാ വിളിക്കണേ. ഒരു പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അവിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എന്റെ പക്ഷം. ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല സീതമ്മേ. ചിലര് മരിക്കുമ്പോ അവരുടെ കണ്ണ് ദാനം ചെയ്യും. എനിക്ക് എന്താ ദാനം ചെയ്യാനുള്ളത്? എന്താ? എന്റെ തൊലി. അത് ഞാനൊരു ചെണ്ടക്കാരനെ എഴുതി വെച്ചിരിക്കുക. ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ഒരു പെൺകുട്ടിയെ അവിഹിതക്കാരിയെന്നും താൻ അവരുടെ പക്ഷം ചേർന്ന് എനിക്കിട്ട് വേല വെക്കാൻ വന്നിരിക്കണല്ലേ?